dears, welcome back to Zalal Learning. It's me, Sri Bhama SB. So, എന്തൊക്കെയുണ്ട് മക്കളി? How are you all? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിട്ടാണ്. പലരുടെയും ഡൗട്ടാണ്. ഈവൻ എനിക്ക് വരെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വന്ന ഡൗട്ടാണ്, ശരിക്കും ഞാൻ എത്ര പഠിക്കണം, ഹൗ മെനി അവേഴ്സ് ഐ ഹാവ് ടു സ്പെൻഡ്, അല്ലെ എത്ര ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ പലർക്കും പല പല കൺഫ്യൂഷൻസ് ആണ് ടൈമിന്റെ കേസിൽ. ഏറ്റവും നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഈക്വലി കിട്ടുന്ന ഒരു കാര്യമാണ് ടൈം. 24 hour ആണ് എല്ലാവർക്കും. പക്ഷെ അത് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഇരിക്കുന്നത്, അല്ലെ. സോ ഹൗ മെനി അവേഴ്സ് യു ഷുഡ് സ്റ്റഡി ഫോർ ക്ലാസ് 9 CBSE സ്റ്റുഡൻസ്? എല്ലാവരുടെയും ഇച്ച് ആൻഡ് എവ്രി വൺ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മൈൻഡിലുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് മിസ് ഏകദേശം ഒരു ഔട്ട്ലൈൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. റെഡി? അപ്പൊ മെയിൻ സാധനം ഇപ്പൊ നമ്മള് സ്റ്റഡിയുടെ കേസ് എന്നല്ല പറയുന്നത്, മിസ് മൊത്തത്തിലാ പറയുന്നത്. നമ്മുടെ ലൈഫിലാണെങ്കിലും എപ്പോഴും ഒരു ടൈം മാനേജ്മെന്റ് വേണ്ട മക്കളെ. നമ്മൾ ഇത്ര ടൈമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈമിൽ ഇന്നത് ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അത് സെറ്റ് ആക്കി തന്നെ എടുക്കണം. കാരണം ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയ സാധനമാണ്. നമുക്ക് ഒരിക്കലും എന്താണ് റിട്ടേൺ കിട്ടാത്ത ഒരു സാധനമാണ് ടൈം, അല്ലെ. ടൈം പോയാൽ പോയതാ, ഡേ പോയാൽ പോയതാ. സോ അതുകൊണ്ട് നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് എന്താണ് കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് യുവർ റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അവിടെ എന്താണ് സെറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 9th CBSE പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾ അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം, ഇതിനെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്ലാനിങ് വേണം, നല്ലൊരു പ്ലാനിങ് വേണം. ഇപ്പൊ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സബ്ജക്ട്, ഇപ്പൊ കെമിസ്ട്രി എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രി ആയതുകൊണ്ട് കെമിസ്ട്രി പറയാം. കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങുകയാണ്, എത്ര ടൈം വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇന്ന് ഞാൻ ഇതൊക്കെയാ പഠിക്കേണ്ടത്. ഒരു പ്ലാനിങ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഈ ടോപ്പിക്, ഇത്രയും ടോപ്പിക്ക് ഞാനിന്ന് കവർ ചെയ്യും. ഇന്നിപ്പോൾ സ്കൂളിൽ ഇത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, അത് കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോവാണെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടായിരിക്കാം, ഈസി സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഇപ്പൊ കെമിസ്ട്രി, മാത്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പലർക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ആ സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുക, ബാക്കി ഇച്ചിരി കുറവ്. അങ്ങനെ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ അതിനനുസരിച്ച് നോക്കി തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല പല റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പല പല സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ നോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളാക്കി എങ്ങനെ നമുക്കത് ഓർത്തെടുക്കാം. നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മെമ്മറി പ്രശ്നമാണ്, അല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും പകുതി നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. അതൊരു എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മൾ എഫിഷ്യന്റ് ആയിട്ടും അത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പോവാം. സോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ബുദ്ധിമുട്ട് വരുന്ന ലെസ് ഡേയ്സ് ആൻഡ് ബ്രോഡ് സിലബസ്, അല്ലെ. ലെസ് ഡേയ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പൊ ഏകദേശം പറയാൻ നിങ്ങൾക്ക് 7 month ആണ് അറൌണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും മന്തിന്റെ ഇടയിൽ നിങ്ങൾ പഠിക്കേണ്ടത് പുതിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത്, അല്ലേ. അപ്പൊ പഠിക്കാൻ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. സോ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ബ്രോഡ് സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. റെഡി? അപ്പൊ നിങ്ങൾ ഇത്രയും ടൈം കൊണ്ട് എങ്ങനെ അത് കവർ ചെയ്യും? ഇപ്പൊ ലൈക്ക് ഈ 7 month കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും? അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിൽ പല മിസ്സിംഗ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം, പല ഡേയ്സ് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. സോ പലപ്പോഴും നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കിട്ടാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും നമുക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടായിരിക്കാം, അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാം. ഒരു 5 hour റൂൾ വെച്ചാലോ നമുക്ക്. ഒരു 1 day നിങ്ങൾ ഒരു 4 or 5 hours സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത്ര മതി. 24 hour ജസ്റ്റ് 5 hours അല്ലെങ്കിൽ 4 hours മതി നമുക്ക് സ്റ്റഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എഫക്റ്റീവായി പഠിക്കാൻ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം അത്രയും മതി. എങ്ങനെയാണ് നമുക്ക് ഈ 5 hour റൂൾ സെറ്റ് ചെയ്യാൻ ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങളിപ്പോൾ കെമിസ്ട്രി ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ, ചിലപ്പോൾ ഒരു ഹാഫ് പോർഷൻ ആണ് നിങ്ങൾ സ്കൂളിൽ എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെടുത്തത്, നമ്മുടെ ബാച്ചിനകത്ത് എടുത്തത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അന്നത്തെ ദിവസത്തേക്ക് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് ആ ഡേ ബൈ ഡേ തന്നെ കവർ ചെയ്ത് പോവാം. ഒരിക്കലും പിറ്റേ ഡേക്ക് നമ്മൾ വെക്കരുത്. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് നാളെ പഠിക്കാം, പക്ഷെ അങ്ങനെ കൂടി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് അന്ന് ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റ് അന്ന് തന്നെ പഠിക്കാം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ സബ്ജക്റ്റിനും അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുത്ത് ടൈമിംഗ് കൊടുക്കാം. ഇപ്പോൾ മാത്സിന് 1 hour ആണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിക്ക് 1 hour കൊടുത്തു. നിങ്ങൾക്ക് മലയാളം കുറച്ചുകൂടി ഈസി ആണെങ്കിൽ ഹാഫ് അവർ മതി. അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് കുറച്ച് ഈസി എന്നുണ്ടെങ്കിൽ അതിന് ഹാഫ് അവർ. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ
ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് അതിന് കുറച്ച് കൂടുതൽ ടൈം കൊടുത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. റെഡി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പഠിച്ച് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനനുസരിച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ ശ്രമിക്കാം. എക്സാമ്പിൾ പറഞ്ഞ 2-3 ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം, അവർക്ക് പറഞ്ഞു കൊടുക്കാം, എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയൊക്കെയാണ്, അത് നമുക്ക് ഇങ്ങനെ പഠിക്കാം, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഏകദേശം ഒരു ഇതിൽ 5 hour എന്നുള്ള രീതി. ഇപ്പം മോർണിംഗ് ആയിരിക്കും ചിലർക്ക് ഭയങ്കര ഈസി അല്ലേ, പഠിക്കാൻ സെറ്റ് ആയിട്ടുള്ളത് മോർണിംഗ് അവേഴ്സ് ആയിരിക്കാം. സോ നിങ്ങൾ മോർണിംഗ് കുറച്ച് എന്ത് ചെയ്യാം, ഏർലി എണീക്കുക. അതിനുശേഷം ഒരു ജസ്റ്റ് ഒരു ഇപ്പോൾ 6 o'clock എണീച്ചൊരു കുട്ടിയാണെങ്കിൽ 6 to 8 വരെ നിങ്ങൾ പഠിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ റീ ഓപ്പണിംഗ് ഒക്കെ അല്ലേ, സ്കൂളൊക്കെ സെറ്റായി, പുതിയ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പലപ്പോഴും. ആൻഡ് അതേപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോർണിംഗ് ടൈമിൽ പഠിക്കാം. നൈറ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് എന്താണ് സ്കൂളിൽ പഠിച്ചത് അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് നൈറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നൈറ്റ് ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ റിവൈൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കിടക്കുക, സെറ്റ്. എന്നിട്ട് മോർണിംഗ് എണീറ്റ് അതേ സാധനം വീണ്ടും ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, റിവിഷൻ പോലെ ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കടാ. നമ്മളിപ്പോഴും റിപ്പീറ്റേഷൻ നമുക്ക് വേണ്ടേ, അല്ലാതെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അപ്പം തന്നെ വിട്ടിട്ട് പോലെയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവൈസ് ചെയ്യുക. അതാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സക്സസ് ഇരിക്കുന്നത് കേട്ടോ. സോ ഹാർഡസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് സബ്ജക്റ്റിനെ നിങ്ങൾ തന്നെ ക്ലാസിഫൈ ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം മിസ്സിന്റെ പോലെയല്ല, നിങ്ങൾക്ക് ഒരാളുടെ പോലെയല്ല മറ്റൊരാൾക്ക്. സോ ഇൻഡിവിജ്വലി അത് ഡിപ്പെൻഡബിൾ ആണ്. സോ ദാറ്റ്സ് വൈ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനൊരു കറക്റ്റ് സംഭവം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് സബ്ജക്റ്റിന് മോർ ടൈം കൊടുത്ത് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോഴാദ്യം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനനുസരിച്ചുള്ള റിസൾട്ടിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതേപോലെ ഈസി സബ്ജക്റ്റിന് അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ 5 hours 4 hours മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് നൈറ്റ് ആണെങ്കിൽ നൈറ്റാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നൈറ്റ് കൂടുതലിരിക്കുക. മോർണിംഗ് ടൈം ആണെങ്കിൽ മോർണിംഗ് ടൈമാണ്. ഞാൻ ചോദിച്ചാൽ പറയും എനിക്ക് ഏറ്റവും ബെറ്റർ തോന്നിയത് മോർണിംഗ് ടൈമാണ്. കാരണം നമുക്കൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. നമ്മൾ മോർണിംഗ് ഇരുന്ന് ഫ്രഷ് ആയിട്ട് പഠിച്ചിട്ട് വീണ്ടും സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും മിസ്സേ ഇത്രയും കാര്യങ്ങൾ 7 months ഇടയിൽ പഠിക്കുക. അപ്പോൾ ഓക്കെ ഞാൻ പഠിക്കാം, ഓക്കെ ആണ്, സെറ്റാണ്, 4 hours 5 hours ഒക്കെ സ്പെൻഡ് ചെയ്യാം. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് പല ഡൗട്ടുകളും വരാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ കൺഫ്യൂഷൻസ് ആണ്, എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കാം, അതൊക്കെ നിങ്ങളുടെ പ്രശ്നമായിരിക്കാം. അതിനൊന്നും ഒരു വിഷയമില്ലടാ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ 4 to 5 hours ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ് അടക്കം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചോ, ഒരു 1 hour നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചോ, ബാക്കി 4 hours നിങ്ങളുടെ അവിടെ അപ്പം തന്നെ ഓൾറെഡി അവിടെ ഉണ്ട്. ആ 1 hour നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്തിട്ടേ പോവുള്ളൂ. അത് റിവിഷൻ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ മാക്സിമം ഉള്ള 2 or 3 hours നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ മോർണിംഗ് നിങ്ങൾ ആ ക്ലാസ്സിന്റെ സിമ്പിൾ നോട്ട്സുകളാണ്, പക്ഷെ നമുക്ക് അത്ര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ നോട്ട്സുകളാണ് നമ്മൾ തരിക, DPPs ആണെങ്കിൽ തരിക. സോ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ പഠിക്കാം. വേറൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിനകത്തുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് ആൻഡ് DPPs നിങ്ങൾക്ക് ലഭിക്കും. ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആപ്പിനകത്ത് തന്നെ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാലേൺ ഉണ്ട്. ഇൻസ്റ്റാലേൺ പറയുമ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് റിവിഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ടോപ്പിക്കും ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കാം. അതിന് അടിപൊളിയുള്ള മെറ്റീരിയലാണ്. പിന്നെ മൈൻഡ് മാപ്പ് ഉണ്ട്. മൈൻഡ് മാപ്പിന്റെ കേസ് നമ്മൾ പറയട്ടെ, ജസ്റ്റ് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാം. അത്രയും ഷോർട്ട് നോട്ടായിരിക്കും നമുക്ക് അതിലുണ്ടായിരിക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബാച്ചിനകത്തുണ്ട്. റെഡി. അപ്പൊ നിങ്ങൾക്ക് 3 രീതിയിലും പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 രീതി പർച്ചേസിലെ ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബേസ് പ്ലാൻ ആണ്. ബേസ് പ്ലാനിൽ ലൈവ് ക്ലാസ്സുകളുണ്ട്, നോട്ട്സ്, DPPs, ടോപ്പിക് വൈസ് റിവിഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇൻഫിനിറ്റി പ്രോ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇൻഫിനിറ്റിയിൽ പറഞ്ഞ സമയത്ത് പേൾ വീഡിയോന്റെ ആക്സസ്. പേൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് പ്രാവശ്യം പേൾ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 10 to 15 minutes മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരോ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പേൾ വീഡിയോസ് ഉള്ളത്. റെഡി. അപ്പോൾ നമുക്ക് ആ ഒരു പേൾ വീഡിയോ കണ്ടാൽ തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സബ്ജക്റ്റിലുള്ള ഡൗട്ട്സുകൾ അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഇൻഫിനിറ്റി പ്രോയിൽ വരുമ്പോൾ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസും കൂടെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റി പ്രോ ആണ്. ഏത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എല്ലാം ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പാരന്റ്സ് ആയിക്കൊള്ളട്ടെ സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനനുസരിച്ച് നോക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളത് സെറ്റ് ആക്കുക കേട്ടോ. സോ അടിപൊളിയായിട്ട് ഒരു അക്കാഡമിക് ഇയർ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെയും ബൈ.